ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കുറേ അപ്ഡേറ്റ്സിനെ കുറിച്ച് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഗെയിമിൽ OB ഇവന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. ഇപ്രാവശ്യം നമുക്ക് ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റിൽ ഏതൊക്കെ സ്റ്റോറാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ ഐറ്റംസ് ആണ് പുതിയതായി ആഡ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതുകൂടാതെ പുഷ്പ 2 ഇവന്റിനെ ബേസ് ചെയ്ത് വരാൻ പോകുന്ന മെയിൻ ബണ്ടിൽ ലുക്ക് കൺഫേം ആയിട്ടുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതുകൂടാതെ നമ്മുടെ OB47 അപ്ഡേറ്റ് ബേസ് ചെയ്ത് ഗെയിമിൽ വരുന്ന ചേഞ്ചസ്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആൻഡ് ഈവൻസിനെ കുറിച്ച് നോക്കുന്നുണ്ട്. സോ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് ശ്രമിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടാണ് ബെല്ലൈക്കൺ ഓൺ സെറ്റ് ചെയ്യുമെങ്കിൽ ഞാൻ ഇതുപോലെ ഇൻട്രസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ലൈക്ക് ചെയ്തുകൊണ്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ ടൈം ആണെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നരുട്ടോ ഇവനെ ബേസ് ചെയ്ത് വരാൻ പോകുന്ന ഫീമെയിൽ ബണ്ടിൽ കൺഫേം ആയിട്ടുണ്ട്. നിങ്ങൾക്കൂടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഗൈസ് ആ ഫീമെയിൽ ബണ്ടിൽ. നരുട്ടോ ബണ്ടിലിനെ കുറിച്ച് ഇതുവരെ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. വരുവാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പുഷ്പ 2 ഇവനെ ബേസ് ചെയ്ത് വരാൻ പോകുന്ന മെയിൻ ബണ്ടിലെ കുറിച്ചാണ്. ഇതാണ് ഗൈസ് ആ ഒരു ബണ്ടിൽ. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററിനെ കുറിച്ച് നോക്കാം. അടുത്തതായി വരാൻ പോകുന്ന ഇവോവാൾട്ട് ഇവനെ കുറിച്ച്. ഇനി 5 ദിവസം കഴിഞ്ഞാൽ ചേഞ്ച് ആവുന്നതായിരിക്കും. അത് കൺഫേം ചെയ്തിട്ടുള്ളതാണ്. നോക്കുകയാണെങ്കിൽ ഗൈസ് സ്വാപ്പിംഗ് ആണ് ചെയ്യുന്നത്, അല്ലാതെ ചേഞ്ച് അല്ല ചെയ്യുന്നത്. ഓൾറെഡി ഉള്ള ഇവോ AKയും അതുപോലെ തന്നെ ഇവോ M4 A1 അങ്ങനെ തന്നെ ഉണ്ടാവും. ബാക്കിയുള്ള A94 അതുപോലെ തന്നെ MP5ക്ക് പകരമായിട്ട് തോംസണും സ്കാറും ആയിരിക്കും ഉണ്ടാവുക എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു മെയിൻ മാറ്ററിനെ കുറിച്ച് നോക്കാം. OB47 അപ്ഡേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് വിഷ് ലിസ്റ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണ് വിഷ് ലിസ്റ്റിലും അപ്ഡേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വേറൊന്നും വലുതായിട്ടില്ല ഗൈസ്. അതായത് നമ്മൾ ലൈക്ക് ചെയ്ത ഐറ്റംസ് വേറെ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര പേർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ ഗെയിമിൽ 2.5 മാസത്തിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും OB അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ആ ടൈമിൽ മാത്രമാണ് സ്റ്റോർ അപ്ഡേഷൻ നടക്കുക. ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പോലെ തന്നെ നമ്മുടെ ഗെയിമിൽ വരുന്നതാണ്. ചില സെർവറിൽ ഗിൽഡ് സ്റ്റോർ അതുപോലെ തന്നെ FF ടോക്കൺ അതിലെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ട്. മറ്റു ചില സെർവറിലാണെങ്കിൽ ബഡിമ ടോക്കൺ FF ടോക്കൺ അങ്ങനെ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ സെർവറിൽ ട്രിപ്പിൾ സ്റ്റോർ വരുന്നുണ്ട്. എപ്പോഴും പോലെ തന്നെ നമുക്ക് FF ടോക്കൺ സ്റ്റോറിലാണ് അപ്ഡേഷൻ വന്നിട്ടുള്ളത്. ബഡ്ഡി മാർട്ടിനെ ആശ്രയിച്ച് ഒരു ചേഞ്ചസും ചെയ്യാത്തതുകൊണ്ട് തന്നെ മേബി ഇപ്രാവശ്യം ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ടാവാം. ഇതിൻ്റെ ഒപ്പം മാച്ച് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റിൽ പുതിയതായി ആഡ് ചെയ്യാൻ പോകുന്ന ബണ്ടിൽസിനെ കുറിച്ച് 1 വീക്കിന് ശേഷം ഗെയിം ഫയൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം FF ടോക്കൺ മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേഷൻ കൺഫേം ചെയ്തിട്ടുണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ, FF ടോക്കൺ ആശ്രയിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ബണ്ടിലാണ് ആഡ് ആവാനുള്ള ചാൻസ് ഉള്ളത്. നമ്മുടെ ഗെയിമിൽ അടുത്തതായി വരാൻ പോകുന്ന ഗോൾഡ് റോയൽ ബണ്ടിൽ എന്ന് പറയുന്നത് ഗ്രാൻഡ് സ്ലാം ബണ്ടിലാണെന്ന് 80% കൺഫേം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ഫീമെയിൽ ബണ്ടിൽ നമുക്ക് FF ടോക്കൺ സ്റ്റോറിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. മോറോവർ നമുക്ക് അടുത്ത അപ്ഡേറ്റിനെ ആശ്രയിച്ച് വിൻ്റർലാൻഡ് ഈവൻ്റ് ബേസ് ചെയ്തുകൊണ്ട് ബണ്ടിൽസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതിലെ ബണ്ടിൽസാണ് OB47 ഫയലിലുള്ളത്. ഇത് കൂടാതെ തന്നെ ക്രിക്കറ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ക്രിക്കറ്റ് ബണ്ടിൽ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, എനിവേസ് ഗൈസ്, ഇത്രയുള്ള ഈ ഒരു വീഡിയോ. ബാക്കി അപ്ഡേറ്റ്സ് അടുത്തടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിനെ കുറിച്ച് വേണമെന്ന് മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യാം. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടാണ് ബെല്ലൈക്കൺ ഓൺ സെറ്റ് ചെയ്യുക. എങ്കിൽ ഞാൻ അതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു കിട്ടിയ അപ്ഡേറ്റ് വീഡിയോ കാണാം. അതുവരെയും ബൈ ഗൈസ്, ടേക്ക് കെയർ.